ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പൊതുഗതാഗത നയം രൂപവൽക്കരിച്ച് KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും സർക്കാർ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT വാസുദേവൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പിൽ ഗവൺമെന്റ് റവന്യൂ വരുമാനം കുറയാതിരിക്കാനും ഗവൺമെന്റ് നേതൃത്വത്തിന്റെ കാര്യത്തിലും 12 ശേഷം 14 കൊല്ലത്തിനിടയ്ക്കുണ്ടായ ഈ ഒരു ഒപ്പിനെയാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുക്കാനും മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കുക. 4000 കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പൊതുഗതാഗത നയം രൂപീകരിച്ച് KSRTCനെയും പ്രൈവറ്റ് ബസ്സിനെയും സംയുക്തമായിട്ട് ഒരു നയം. KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് ജനപക്ഷ തീരുമാനം എന്ന നിലയിൽ എതിർക്കുന്നില്ലെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിശദീകരിച്ചു. പക്ഷേ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം ഗണ്യമായി കുറയാൻ ഇത് കാരണമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 30,000 വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതെ അവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തിലെ ഒപ്പമുള്ള മറ്റുള്ളവരും സ്വാഭാവികമായും KSRTCയെ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് തിരിച്ചടിയാകുമെന്നും ആശങ്കപ്പെടുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പല പ്രശ്നങ്ങൾ വരാം. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുറ്റ്യാടി കോഴിക്കോട്, കുന്നമംഗലം സിറ്റി, പാലക്കാട് കോഴിക്കോട്, മുക്കം കോഴിക്കോട്, ഈ റൂട്ടുകളാണ് KSRTC റൂട്ട്. കണ്ണൂർ കോഴിക്കോട് ഇപ്പം 140 നിയോജക മണ്ഡലത്തിൽ ഏറൗണ്ട് ഒരു 50-60 നിയോജക മണ്ഡലത്തിലുള്ളൂ KSRTC സർവീസ് നടത്തുള്ളൂ. മാക്സിമം ഒരു 60 നിയോജക മണ്ഡലത്തിൽ. മറ്റതൊക്കെ ഒരു അരമണിക്കൂർ കൂടുമ്പോഴും 1 മണിക്കൂർ ഒരു ഒറ്റ KSRTC ഉള്ളൂ. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KT വാസുദേവൻ, ജനറൽ സെക്രട്ടറി TK ബീരാൻകോയ, വൈസ് പ്രസിഡന്റ് E റനീഷ്, ട്രഷറർ MS സാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്ഷ്യമേഖലയിൽ